വലിയ സന്തോഷത്തോടുകൂടി വലിയ അഭിമാനത്തോടു കൂടിയാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയുക. ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ നിൽക്കാൻ കഴിയുന്നത്. കാരണം അത് കേവലം പതിറ്റാണ്ടുകളുടെ സ്വപ്നമല്ല. അതിനുമപ്പുറത്തേക്ക് ആയി രാജവംശ കാലത്തെ കേരളം കണ്ട ഒരു സ്വപ്നം, വിഴിഞ്ഞത്തൊരു തുറമുഖം എന്നുള്ളൊരു സ്വപ്നം. ആ സ്വപ്നം ഇതാ യാഥാർത്ഥ്യമാവുകയാണ്, നമ്മുടെ കൺമുൻപിൽ യാഥാർത്ഥ്യമാവുകയാണ്. ആ തുറമുഖം ഇന്ന് രാജ്യത്തിന് സ്വന്തമാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 11 മണിക്ക് തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ അതിന്റെ കമ്മീഷനിങ് ചടങ്ങ് നടക്കുന്നതോടുകൂടി രാജ്യത്തിന് തന്നെ സ്വന്തമാവുകയാണ്. ഇതിനോടകം തന്നെ ഇതിന്റെ വാണിജ്യാടിസ്ഥാനത്തിൽ ട്രയൽ റണ്ണിന് ശേഷം വാണിജ്യാടിസ്ഥാനത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് പിന്നാലെ തന്നെ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഇതിനോടകം തന്നെ നേടിയ തുറമുഖം എന്ന പ്രത്യേകത കൂടി ഈ തുറമുഖത്തിനുണ്ട്. അതിന്റെ ആ പ്രത്യേകത കൂടി, അതിന്റെ ഈ സ്വാഭാവിക ആഴം ഉൾപ്പെടെയുള്ള ഇതിന്റെ വിഴിഞ്ഞത്തിന്റെ സ്വാഭാവികമായ പ്രത്യേകതകൾ, അതിന് അപ്പുറത്തേക്ക് ഇവിടേക്ക് ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ ഈ കമ്പനിയും ഒക്കെ അദാനി ലിമിറ്റഡും ഒക്കെ ചേർന്ന് ഒരുക്കിയ ഒരു വിസ്മയം, ഒരു വലിയ വിസ്മയം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് കുതിച്ചു കയറാൻ കഴിയുന്ന നിലയിലുള്ള വിഴിഞ്ഞം തുറമുഖം അതിന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതിന്റെ ചടങ്ങുകൾ ഇന്ന് രാവിലെ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. 11 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾ 1.5 മണിക്കൂറിൽ പൂർത്തിയാകണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം. 12:30 തന്നെ ആ ചടങ്ങുകൾ പൂർത്തിയാകും. അതിനു മുൻപ് തന്നെ രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി 9:45 പുറത്തിറങ്ങും. ഹെലികോപ്റ്റർ മാർഗമാണ് ഇവിടേക്ക് എത്തുന്നത്. എത്തിയതിനു ശേഷം ഈ ഉദ്ഘാടന ചടങ്ങിന് മുൻപ് തന്നെ ഒരു 20 മിനിറ്റ് സമയം ഇതിന്റെ ഓപ്പറേഷൻ സെന്ററുകൾ സന്ദർശിക്കും. അതിനുശേഷം ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് വിലയിരുത്തും. പിന്നാലെ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തെ മന്ത്രിമാരും ഒപ്പം തന്നെ മറ്റ് തിരുവനന്തപുരത്തെ എംപിമാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും.